ഈ നിങ്ങൾ ലിവിങ് ടുഗദർ ആണെന്ന് പറയുന്നു. അതെ. അപ്പം നിങ്ങൾ ഭാര്യയും ഭർത്താവും പിന്നെ ഇല്ല, ഭാര്യയും ഭർത്താവും ഇല്ല. ഭാര്യയും ഭർത്താവല്ല, പങ്കാളികൾ, പുരുഷനും സ്ത്രീയും പുരുഷനും സ്ത്രീയും ഭക്ഷണം പാകുകയും ചെയ്യുകയും പിന്നെ വസ്ത്രം അലക്കുക ഒന്നും ചെയ്യത്തില്ലേ? അല്ല, സ്ത്രീ അല്ല ഇത്. അവരുടെ ചെയ്യും, ഞാൻ എന്റെ ചെയ്യും, വേണമെങ്കിൽ ഒരുമിച്ചും ചെയ്യും. ഓക്കെ, ചോറ് വെക്കുന്നത് ഓക്കെ. തന്നെയല്ല ആ മാഡം പറഞ്ഞു, ഒരു മാഡം പറഞ്ഞു ജോലി ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. അതെ, അത് ചെയ്യണം രണ്ടും. അതാണ് ഇക്വാലിറ്റി. അത് നമ്മളിവിടെ തമ്മിൽ നിന്നാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിൽ അവര് ഇല്ല. അല്ല, പുരുഷനും സ്ത്രീയും. ഞങ്ങളൊക്കെ ഭാര്യയും ഭർത്താവുമായിട്ടാ ജീവിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പം ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിച്ച് തമ്മിൽ പരസ്പരം ബഹുമാനിച്ച് ഈക്വാലിറ്റി. എന്റെ അമ്മച്ചി ഭാര്യയും ഭർത്താവും ഒരു സങ്കല്പത്തിൽ അദ്ദേഹം വിശ്വസിക്കുന്നില്ല. അദ്ദേഹം വിശ്വസിക്കണ്ട, ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കുടുംബത്തിലോട്ട് അദ്ദേഹം പറഞ്ഞെന്തറിയോ, ഈ ഭാര്യയും ഭർത്താവും ആവശ്യമില്ലാത്തൊരു പ്രസ്ഥാനമാണ്. ശബ്ദധാരാവലി, മലയാളത്തിന്റെ ഔദ്യോഗിക നിഘണ്ടു ശബ്ദധാരാവലി ഭാര്യ എന്ന് വെച്ചാൽ ഭരിക്കപ്പെടേണ്ടവൾ എന്നും ഭർത്താവ് എന്ന് വെച്ചാൽ ഭരിക്കേണ്ട ആളെന്നുമാണ്. അതാണോ നിങ്ങൾക്ക് വേണ്ടിയത്? അല്ല, അവിടെ ആ പേരേ മാറണം. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. കുട്ടികൾ ഉണ്ടാകാൻ ഭാര്യയും ഭർത്താവൊന്നും ആവട്ടെ കാര്യമില്ല. അല്ല അമ്മച്ചി, ഈ മനുഷ്യരോട് സംസാരിച്ച അമ്മയ്ക്ക് ടെൻഷൻ ആവും. അല്ലല്ല, ഞങ്ങളുടെ സംസ്കാരത്തിന് ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ, ഭാര്യ അല്ലെ ഭർത്താവ്. കാര്യം അമ്മ വളരെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ ഭാര്യ ഇവിടെ ഭർത്താവ് ഇവിടെ എന്നൊക്കെ. ഈ മനുഷ്യനാവുന്നില്ല, മൊത്തം കലാപോ. ഒരു കാര്യം കൂടെ ഒരു കുടുംബത്തിലോട്ട് കല്യാണം കഴിച്ച് ചെന്നു. പുള്ളി ചോദിക്കണ്ട, ബാക്കി എല്ലാരും ചോദിക്കണം. പിന്നെ കല്യാണം കഴിച്ച് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അമ്മായിയമ്മ ചോദിച്ചു, പിന്നെ മോൾക്ക് കുക്ക് ചെയ്യാൻ അറിയാമോ എന്ന് ചോദിക്കുന്നത് വലിയൊരു ഒരു കുറ്റമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, കാരണം ഈ അമ്മ ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചിട്ടില്ല. അവളുടെ അമ്മ എനിക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാം. ഞാൻ കുക്ക് ചെയ്ത് കൊടുക്കുക എന്റെ രീതി എല്ലാവർക്കും, പിന്നെ മരുമകൾക്കും എല്ലാവർക്കും നന്നായിട്ട് കുക്ക് ചെയ്ത് ഈ വന്ന പെൺകുട്ടിയുടെ അമ്മ തുണി കഴുകുകയും ഭക്ഷണം പാകുകയും ചെയ്യുകയും ചെയ്ത് വളർത്തിയല്ലേ ഈ മകളെ ഇങ്ങോട്ട് വിട്ടത്. അപ്പൊ ഈ മകൾക്ക് അടുത്ത ജനറേഷനെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനും ഭർത്താവിന് ഭക്ഷണം കൊടുക്കാനൊക്കെ ഉത്തരവാദിത്വം ഉണ്ട്. ഹെൽപ്പ് ചെയ്യേണ്ട ഭർത്താവ്.